ഹായ്, ഇസ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈ വാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. വിഴിഞ്ഞം ഹാർബർ നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ ഒന്നാമതായി എന്ന് തന്നെ പറയാം. അതെന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത്, അല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഫെബ്രുവരി മാസത്തെ കണക്കുകൾ നോക്കുമ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട തെക്ക് കിഴക്കൻ മേഖലകളിലെ പ്രധാനപ്പെട്ട 15 തുറമുഖങ്ങളെ പിന്തള്ളി വിഴിഞ്ഞം നമ്പർ 1 ആയിരിക്കുകയാണ്. അത് കേരളത്തിനൊരു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണെന്ന് പറയാം. ഈ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇത് പുറത്തുവിട്ടതും ഈ കാര്യം പറഞ്ഞതും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഫെബ്രുവരി മാസത്തെ കണക്ക് നോക്കുമ്പോൾ 40 കപ്പലുകളിൽ നിന്നായി 78,833 TEU ചരക്കുകളാണ് വിഴിഞ്ഞത്ത് വന്നത്. അതിനെ റെക്കോർഡാണെന്ന് പറയാം. മറ്റ് പ്രധാനപ്പെട്ട തുറമുഖങ്ങളായ ചെന്നൈയും കൊച്ചിയെയും എല്ലാം മറികടന്നുകൊണ്ടാണ് ഈ ഒരു നേട്ടം വിഴിഞ്ഞം സ്വന്തമാക്കി എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അത് നമുക്കൊരു പുത്തൻ ഉണർവ് നൽകുന്ന ഒരു സംഭവമാണെന്ന് പറയാം. അല്ലെങ്കിൽ കേരളത്തിൻ്റെ വികസനത്തിൽ, അല്ലെങ്കിൽ കേരളത്തിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തുടങ്ങി 8 മാസം ട്രയൽ റൺ തുടങ്ങി 8 മാസവും അതോടൊപ്പം കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങി വെറും 3 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഇത്തരത്തിലുള്ള നേട്ടം സ്വന്തമാക്കിയെങ്കിൽ ഇനി കേരളത്തിന് വളരെയധികം വികസന സാധ്യതകളാണ് ഈ തുറമുഖത്തിലൂടെ കേരളത്തിലേക്ക് എത്താൻ പോകുന്നത് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഈ കാര്യം വ്യക്തമാക്കിയതും ഔദ്യോഗികമായി വ്യക്തമാക്കിയതും അദ്ദേഹം തന്നെയാണ്. ഏതായാലും വികസനത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു നേട്ടം എന്ന് പറയുന്നത് കേരളത്തിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇനി വരും മാസങ്ങളിലും ഇത് കൂടത്തേ ഉള്ളൂ, ഒരിക്കലും കുറയത്തില്ല. ഫെബ്രുവരി മാസത്തെ കണക്കുകളിലാണ് മറ്റ് പ്രധാനപ്പെട്ട തുറമുഖങ്ങളെ ചെന്നൈയും കൊച്ചിയും എല്ലാം പിന്നിലാക്കി വിഴിഞ്ഞം നമ്പർ 1 ആയിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണെന്ന് പറയാം. ഈ തുറമുഖങ്ങളെയൊക്കെ പിന്നിലാക്കിയാണ് വിഴിഞ്ഞം നമ്പർ 1 ആയിരിക്കുന്നത്. രാജ്യത്തെ തുറമുഖങ്ങളുടെ കാര്യം നോക്കുമ്പോൾ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ, പ്രാധാന്യമില്ലാത്ത തുറമുഖങ്ങൾ എന്ന 2ആയി തിരിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട തുറമുഖങ്ങളായി ഏകദേശം 15 തുറമുഖങ്ങളാണ് രാജ്യത്തുള്ളത്. അതിലൊരെണ്ണം വിഴിഞ്ഞമാണ്. 15 തുറമുഖങ്ങൾ. അതോടൊപ്പം പ്രാധാന്യമില്ലാത്ത തുറമുഖങ്ങളിൽ 217 തുറമുഖങ്ങളാണ് രാജ്യത്തുള്ളത്. അതിൽ 68 തുറമുഖങ്ങളിൽ മാത്രമേ ചരക്ക് ഗതാഗതമുള്ളൂ, അല്ലെങ്കിൽ ചരക്കുകൾ എത്തുന്നുള്ളൂ, ചരക്ക് കപ്പലുകളൊക്കെ വരുന്നുള്ളൂ. അങ്ങനെയുള്ള സംവിധാനമുള്ളത് 68 തുറമുഖങ്ങളിലാണ്. അതിൽ 15 തുറമുഖങ്ങളിലാണ് ഇപ്പോൾ വിഴിഞ്ഞം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നതും. അതായത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ടോപ്പ് ലെവലിലേക്ക് ഇങ്ങനെ വിഴിഞ്ഞം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതും കേരളത്തിന് വളരെ അഭിമാനകരമായൊരു കാര്യമാണെന്ന് പറയാം. കേരളത്തിൻ്റെ വികസനത്തിൽ ഇത് വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യയുടെ തീരപ്രദേശം നോക്കുമ്പോൾ 11,098 കിലോമീറ്ററോളം ഇന്ത്യക്ക് തീരപ്രദേശമുണ്ട്. ഇത്രയേറെ തുറമുഖങ്ങളും ഇന്ത്യക്കുണ്ട്. ഇത്രയേറെ പ്രാധാന്യമുള്ള തുറമുഖങ്ങളും പ്രാധാന്യമില്ലാത്ത തുറമുഖങ്ങളും, അതായത് പ്രൈമറിയും സെക്കൻഡറി ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. പ്രൈമറി തുറമുഖങ്ങളെല്ലാം സർക്കാരിൻ്റെ ആ ഒരു നിയന്ത്രണത്തിലും, സെക്കൻഡറി തുറമുഖങ്ങൾ സ്വകാര്യ പങ്കാളിത്തത്തിലുമൊക്കെയാണ് അങ്ങനെയാണ് പേർതിരിച്ചിരിക്കുന്നത്. ഏതായാലും വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കുതിച്ചുചാട്ടവും പുത്തൻ ഉണർവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലേക്കുള്ളൊരു പ്രതീക്ഷയാണെന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.